നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ ബാങ്ക് മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് ഇപ്പോൾ ഒരു നല്ല സമയമാണെന്ന് തോന്നുന്നു. കുറേയധികം റിക്രൂട്ട്മെന്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന IBPS ഏതാണ്ട് 11 ബാങ്കുകളിലെയും 6000-ലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും അവസരങ്ങളുണ്ട്. അതുകൂടാതെ കേരളം ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ബാങ്കിന്റെ ഗ്രൂപ്പ് കമ്പനിയിലേക്ക് ഏതാണ്ട് 10,000 ഒഴിവുകളിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുടെയും ഒക്കെ അത് ബാങ്കിങ് മാത്രമല്ല വിവിധ മേഖലകളിൽ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ച IBPSന്റെ ക്ലറിക്കൽ തസ്തികകളാണെങ്കിൽ ഓഫീസർ തസ്തികകളിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോലെയുള്ള തസ്തികകളിലൊക്കെ IDBIയും അതല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കും ഇങ്ങനെയുള്ള പല ബാങ്കുകളിലും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഗ്രാമീണ ബാങ്കുകളിലെ ഏതാണ്ട് 10,000-ഓളം ഒഴിവുകളിലേക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലെ ഒഴിവുകളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയാൽ 10,000-കണക്കിന് അവസരങ്ങളാണ് ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബാങ്ക് അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് BCom MCom ഒക്കെ കഴിഞ്ഞവർക്ക് പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ എത്തുവാൻ സഹായകരമായ ഒരു കോഴ്സിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ പ്രവർത്തനങ്ങളുള്ള സെൽസ് ലാബാണ് ഈ ഒരു 3 to 4 months ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഇത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അതായത് വെറുതെ തിയറി പഠിക്കുക എന്നതിലുപരി ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു രീതിയിലൂടെയുള്ള ഒരു പഠനമാണ് ഇവിടെ സാധ്യമാകുന്നത്. അവർക്ക് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത, ഈ അക്കൗണ്ടിങ് മേഖലയിലും അല്ലെ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ടതെല്ലാം, ഉദാഹരണത്തിന് ടാലി, GST അല്ലെങ്കിൽ PF, ESI, ഇൻവെന്ററി, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തുടങ്ങിയിട്ട് അനലിറ്റിക്സ് വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 11ഓളം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് മൈക്രോസോഫ്റ്റിന്റെ മുതൽ ടാലിയുടെ തുടങ്ങിയിട്ട് എന്തിന് കേംബ്രിഡ്ജിന്റെ സർട്ടിഫിക്കേഷൻ, SAP വരെയുള്ള സർട്ടിഫിക്കേഷനുകൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നേടുവാൻ കഴിയുകയും ചെയ്യും. അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ്, ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ സെൽസ് ലാബുമായി കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഒരു ടീമിൽ നിന്ന് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലറിക്കൽ തസ്തികയിലെ ഏതാണ്ട് 6100ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, അതായത് IBPS ആണ്. ഇന്ത്യയിലെ ബാങ്കുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് IBPS എന്നുള്ളത്. അപ്പോൾ IBPSന്റെ ക്ലറിക്കൽ തസ്തികയിലേക്ക് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് ക്ലർക്ക്, ആ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജൂലൈ 21-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. എന്നിട്ട് ഇതിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ് ഓഗസ്റ്റിലായിരിക്കും നടക്കുക. അതുകൂടാതെ മെയിൻ എക്സാമിനേഷൻ ഒക്ടോബറിൽ നടക്കും. 2025 ഏപ്രിലോടെ അലോട്ട്മെന്റ് നടക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ജോലിയിലേക്ക്, ബാങ്കിലെ ജോലിയിലേക്കൊക്കെ എത്തുവാനുള്ള അവസരമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏതൊക്കെ ബാങ്കുകളിലാണ് ഒഴിവുകൾ, ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടേക്ക് വന്നാൽ ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത്രയും 11 ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ എല്ലാ ബാങ്കുകളിലൊന്നും ഒഴിവുകളില്ല. കേരളത്തിലെ അവസരങ്ങൾ ഞാൻ പുറകെ സൂചിപ്പിക്കാം. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഒരു ആദ്യം സൂചിപ്പിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രായം 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജൂലൈ 1 പ്രകാരമായിരിക്കും. അതായത് 2 ജൂലൈ 1996-നും 1 ജൂലൈ 2004-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. പിന്നെ SC/ST-കാർക്കും അല്ലെങ്കിൽ OBC-കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില റിലാക്സേഷൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഏജ് ആണ് അത് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 21 ജൂലൈ പ്രകാരമായിരിക്കും.
ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നേടിയിരിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ഇവർ സൂചിപ്പിക്കുന്നുണ്ട് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിരിക്കണം. ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അറിയണം. കമ്പ്യൂട്ടർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെയും ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ കേരളമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ മലയാളമാണ്. അപ്പം മലയാളം നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം മലയാളം അറിയാവുന്ന, കമ്പ്യൂട്ടർ അറിയാവുന്ന ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പ്രായവും ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഇനിയും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഓൺലൈനായിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു എങ്ങനെ അപ്ലൈ ചെയ്യണം. അതിൻ്റെ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ജൂലൈ 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും. 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ SC STക്കാർക്ക്, അതേപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ളവർക്ക്, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് 175 രൂപ പേ ചെയ്താൽ മതിയാകും. ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷന്? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 2 ലെവൽ ഓഫ് എക്സാമിനേഷൻ കാണും. പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, 3 മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് മെയിൻ എക്സാമിൻ്റെ സിലബസും ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ആ കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ഇനിയും നമ്മുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും? ഇവിടേക്ക് വന്നാൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് കേരള ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഏതെങ്കിലും വിഷയത്തിൽ മീഡിയത്തിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മലയാളത്തിൽ വരെ നിങ്ങൾക്ക് ഈ ബാങ്ക് എക്സാമിനേഷൻ എഴുതാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ ഒഴിവുകളൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ കേരളത്തിലെ ഒഴിവുകൾ കാണാനായിട്ട് കഴിയും. കേരളത്തിലെ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒഴിവുകളില്ല. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 7 ഒഴിവുകളുണ്ട്. അതുപോലെ കാനറ ബാങ്കിൽ 20 ഒഴിവുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ എനിക്ക് തോന്നുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. കേരളത്തിൽ 35 ഒഴിവുകളുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 34 ഒഴിവുകളുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 10 ഒഴിവുകളാണ്. അങ്ങനെ ടോട്ടൽ കേരളത്തിൽ 106 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ കേരള ഓപ്റ്റ് ചെയ്താൽ, മലയാളം അറിയണം എന്ന് മാത്രമല്ല 106 ഒഴിവുകളായിരിക്കും കേരള ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇനി മറ്റ് സ്റ്റേറ്റുകൾ ഓപ്റ്റ് ചെയ്താൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒക്കെ അറിയണം എന്നുള്ള കാര്യം കൂടി അറിയുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കേരളത്തിൽ ഏതാണ്ട് 10 ജില്ലകളിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക. പത്തനംതിട്ട, അതേപോലെ തന്നെ ഇടുക്കി, വയനാട്, കാസർഗോഡ്, ഈ ജില്ലകൾ ഒഴിച്ച് ബാക്കി ജില്ലകളിലൊക്കെ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം എഴുതാം. മെയിൻ എക്സാം കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചു. അപ്പം നോക്കുക, ഏതാണ്ട് 11ഓളം ബാങ്കുകളിലെ 6100-ലധികം തസ്തികകളിലേക്ക്, ക്ലറിക്കൽ തസ്തികയിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് 21 ജൂലൈ വരെ അപേക്ഷിക്കാവുന്ന അവസരമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 10,000-ഓളം ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. വി ആർ ഹയറിംഗ് 10,000 പാഷനേറ്റ് മൈൻഡ്സ്. 10,000-ഓളം ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. എവിടെയാണ് ഈ അവസരങ്ങളുള്ളത്? ധനലക്ഷ്മി ബാങ്ക്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളം തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക്. അവരുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്കാണ്, അവരുടെ വിവിധ കമ്പനികളിലേക്കാണ് ഈ 10,000 പേരെ ഹയർ ചെയ്യുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓപ്പൺ പൊസിഷനുകളിൽ ചിലത് ഇവിടെ കാണാൻ സാധിക്കും. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, ബ്രാഞ്ച് മാനേജേഴ്സ് ഉണ്ട്, റീജിയണൽ മാനേജേഴ്സ് ഉണ്ട്, ഏരിയ മാനേജേഴ്സ് ഉണ്ട്, IT എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, ട്രെയിനേഴ്സ്, ഓഡിറ്റേഴ്സ്, കോൾ സെന്റർ എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള അവസരങ്ങളാണ്. എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സ്പെഷ്യൽ പ്രിഫറൻസ് ഫോർ റിട്ടയർഡ് ഹാൻഡ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവരുടെ മറ്റൊരു അഡ്വർടൈസ്മെന്റിൽ ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ക്യാൻ അപ്ലൈ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ നോട്ട് മാൻഡേറ്ററി എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഡിഗ്രി പോലും ഇല്ലാത്തവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, 10,000 ഒഴിവുകളിലേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. ഇതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ഓഫീസർ തസ്തികയിലേക്ക്, അല്ലെ സ്പെഷ്യലിസ്റ്റ് കേഡറിലേക്കൊക്കെ നടക്കുന്ന IDBI ബാങ്ക് അല്ലെങ്കിൽ മറ്റു ചില ബാങ്കുകളിലെയൊക്കെ ചില അവസരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. ആദ്യം IDBI ബാങ്കിലെ അവസരം ഒന്ന് സൂചിപ്പിക്കാം. IDBI ബാങ്കിലേക്ക് റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജൂലൈ 15 വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇത് റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസേഴ്സ്, ഈ തസ്തികകളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിലേക്ക് 7 ഒഴിവുകളാണുള്ളത്. ഓഡിറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ 3 ഒഴിവുകൾ. ഡിജിറ്റൽ ബാങ്കിങ് ആൻഡ് എമർജിംഗ് പേയ്മെന്റ്സിൽ 2 ഒഴിവുകൾ. റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് 9 ഒഴിവുകളാണുള്ളത്. സെക്യൂരിറ്റിയിലേക്ക് 2 ഒഴിവുകളും
അതേപോലെ ഫ്രോഡ് റിസ്ക് മാനേജ്മെന്റ് ഗ്രൂപ്പിലേക്ക് 8 ഒഴിവുകളും. അങ്ങനെ ടോട്ടൽ 31 ഒഴിവുകളാണ് IDBIയിൽ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 68 ഓഫീസർ തസ്തികയിലെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. നോക്കുക, ഇവിടെ എൻഗേജ്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓൺ കോൺട്രാക്ച്വൽ ബേസിസ്, കോൺട്രാക്റ്റിലായിരിക്കും ഈ ഒരു നിയമനം നടക്കുക. 68 ഒഴിവുകളാണ് ഓഫീസർ തസ്തികയിലുള്ളത്. ഇനി നിങ്ങൾക്ക് ജൂലൈ 14 വരെ അപ്ലൈ ചെയ്യാം. ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ ഇവിടെ കാണാൻ സാധിക്കും. അത് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ക്രെഡിറ്റ് മുതൽ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റുമാർ, അങ്ങനെയുള്ള അത് മുതൽ അസോസിയേറ്റ് മാനേജർ, സീനിയർ ഓഫീസർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരെയുള്ള ഒഴിവുകൾ ലഭ്യമാണ്. അപ്പോൾ ടോട്ടൽ 68 ഒഴിവുകളാണ്. ഇതും ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒഴിവുകളുമൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽസ് സൂചിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും കൂടാതെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ ഒഴിവുകൾ ലഭ്യമാണ്. ഇതും ഈ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. ഇത് ജൂലൈ 19 വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജനറൽ മാനേജർ പ്രൊജക്ട് ഫിനാൻസിലേക്ക് ഒരു ഒഴിവ്, അതേപോലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ക്രെഡിറ്റ് ഒരു ഒഴിവ്, മാനേജർ ക്രെഡിറ്റ് 3 ഒഴിവുകൾ, അസിസ്റ്റന്റ് മാനേജർ ജേർണലിസ്റ്റ് 18 ഒഴിവുകൾ, അതേപോലെ ചീഫ് എക്കണോമിസ്റ്റ് ഒരു ഒഴിവുണ്ട്, സീനിയർ പ്രൊജക്ട് ഫിനാൻസ് ഓഫീസർ 10 ഒഴിവ്, പ്രൊജക്ട് ഫിനാൻസ് ഓഫീസർ 12 ഒഴിവ്, പ്രോട്ടോകോൾ ഓഫീസർ ഒരു ഒഴിവ്, ആപ്ലിക്കേഷൻ ഡെവലപ്പർ ഒരു ഒഴിവ്, അങ്ങനെ 48 ഒഴിവുകളാണുള്ളത്. ഇതും അതാത് മേഖലയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക, 19 ജൂലൈ 2024. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില ബാങ്ക് അവസരങ്ങൾ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് ബാങ്കുകളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അവിടെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ ബാങ്ക് റിക്രൂട്ട്മെന്റുകൾക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും. എന്നാൽ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ റിക്രൂട്ട്മെന്റിന് പ്രത്യേകിച്ച് പണമൊന്നുമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.